ചിലപ്പോൾ കപ്പൽ വന്നിരിക്കുകയാണ്, എന്താണ് അഭിപ്രായം? നല്ലൊരു കാര്യമാണ്, നാട്ടിൻ്റെ വികസനത്തിന് നല്ലൊരു കാര്യം തന്നെയാണ്. ഈ നാട് മൊത്തം വികസനിച്ച് മാറാനല്ലേ? വികസനത്തിന് മാറുകയാണ്. ഇതിലിപ്പോൾ ലോകത്തിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ വലിയ കപ്പലാണ് വന്നിരിക്കുന്നത്. അതെ അതെ. ഇതിനു മുമ്പ് കണ്ടിട്ടുണ്ടോ ഇതേപോലെ വലിയ കപ്പൽ? കണ്ടിട്ടില്ലേ? ഇത് ഇവിടെ ആദ്യമായിട്ടല്ലേ വരണത്, ഇവിടെ ആദ്യമായിട്ടാണ് വരണത്. ഒരു വികസനം മാറുമെന്ന് തോന്നുന്നുണ്ടോ സർക്കാരിന്? അതെ, സർക്കാരിന് വികസനം വികസനമായിരിക്കില്ലേ ഇത്? വികസനം സർക്കാരിൻ്റെ വികസനം തന്നെ. സർക്കാരിൻ്റെ വികസനം ഈ സർക്കാരിൻ്റെ വികസനം എന്ന് പറയാൻ പറ്റില്ല. ഉമ്മൻചാണ്ടി സർക്കാർ കൊണ്ടുവന്ന് കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ കേരളത്തിന് വേണ്ടി മാറ്റമായിരിക്കില്ലേ ഇനി? കേരളത്തിന് വലിയ മാറ്റം തന്നെ. തൊഴിൽ സാധ്യതയില്ല. തൊഴിൽ സാധ്യതയുണ്ട്. തൊഴിൽ സാധ്യത വളരെ ഏറെ കൂടും. ഇപ്പോൾ ഒരു കപ്പൽ വന്നിരിക്കുകയാണ് വിഴിഞ്ഞത്ത്, വൻ വികസനമായിരിക്കും ഇനി അങ്ങോട്ട്? ഇനി അങ്ങോട്ട് വലിയ വികസനമായിരിക്കുമല്ലോ, വൻ വികസനത്തിലുള്ള പദ്ധതിയിൽ തുടങ്ങുന്നത്. സർക്കാരിനൊക്കെ ഒരു നേട്ടമല്ലേ ഇനി കപ്പൽ വന്നുകൊണ്ട്? സർക്കാരിന് നേട്ടമാണ്, നാട്ടുകാർക്കും നേട്ടമാണ്, സർക്കാരിനും നേട്ടമാണ്. ഇനി ഒരുപാട് തൊഴിൽ സാധ്യത വരില്ലേ? ഒരുപാട് തൊഴിൽ സാധ്യത വരും, ഒരുപാട് ബിസിനസ്സുകൾ വരും. ഈ നാട്ടിലുള്ളവർക്കൊക്കെ അതിനുള്ള ഉപയോഗം ഉണ്ടാകും. ഒരു വലിയ വികസനം തന്നെയല്ലേ ഇത്? വലിയ വികസനം തന്നെ, പക്ഷേ അത് ഉപയോഗപ്പെടുത്തണം. നല്ല വികസനമൊക്കെ തന്നെ, പക്ഷേ അത് ഉപയോഗപ്പെടുത്തുന്നതനുസരിച്ചിരിക്കും. അത് ഇതേപോലെ തടയാനാണെങ്കിൽ ഇതൊന്നും നടക്കില്ല. നമ്മൾ തന്നെ ഇപ്പോൾ ഈ റിംഗ് റോഡിൻ്റെ വസ്തു എടുത്തിട്ടേക്കുന്നതിലുള്ളതാണ് അത്. ഇതുവരെ ഒന്നും ആവാതിരിക്കുകയാണ്. അതൊരു വലിയ പ്രതിസന്ധിയിലാണ് നമ്മൾ നാട്ടുകാരെല്ലാവരും. അതുപോലെയാണെന്നുണ്ടെങ്കിൽ വലിയ ബുദ്ധിമുട്ടാണ്. ഒരു വർഷമായി ഇതൊരു സർക്കാർ നല്ല രീതിയിൽ നോക്കി നടത്തിയാൽ നല്ല വികസനം തന്നെയാവും. നല്ല രീതിയിൽ നോക്കി നടക്കണം. നല്ല രീതിയിൽ നോക്കി നടത്താൽ ഇവിടെ വലിയ വികസനം വരും. വലിയ തൊഴിൽ സാധ്യതയും വലിയൊരു ഭാവിയും ഉള്ളതാണ് നമ്മുടെ നാടിൻ്റെ. അത് നശിപ്പിക്കാതിരുന്നാൽ മതി യഥാർത്ഥത്തിൽ. അതാണ് എനിക്ക് പറയാനുള്ളത്. ചിലപ്പോൾ വിഴിഞ്ഞത്തൊരു കപ്പൽ വന്നിരിക്കുകയാണ്, സർക്കാരിനും ഒരു വലിയ വികസനമായിരിക്കും ഇതിനി? സർക്കാരിനും അതുപോലെ തന്നെ നമ്മുടെ ഭാരതത്തിനും വളരെ വികസനമാണ്. ഇവിടെ കേരളം എന്ന് പറഞ്ഞാൽ ഒന്നും രക്ഷപ്പെടാതെ കിടക്കുന്ന ഒരു കാലഘട്ടത്തിൽ ഈ ഒരു മദർഷിപ്പ് അതുപോലെ തന്നെ നമ്മുടെ ഹാർബർ വന്നതിൽ വരും തലമുറയ്ക്കാണ് ഇതിൻ്റെ പ്രയോജനം. ഒരുപാട് തൊഴിൽ സാധ്യത ഇനി വന്നിട്ട് മുന്നോട്ട്? തീർച്ചയായിട്ടും തൊഴിൽ സാധ്യത വളരെ വളരെ നമുക്ക് ഇപ്പം സാധാരണ ഇപ്പം ഒന്നും പരട്ടത്തില്ല. ഇത് കുറഞ്ഞൊരു 4-5 വർഷം കഴിഞ്ഞാലേ ഇതിനൊരു നല്ലൊരു പ്രയോജനമായി കാണാൻ കഴിയത്തുള്ളൂ എന്ന് തോന്നുന്നു. തീർച്ചയായിട്ടും ഈ പ്രദേശത്തെ ജനങ്ങൾക്ക് ഇനി വലിയൊരു തൊഴിൽ സാധ്യതയാണ്. തീർച്ചയായിട്ടും അത് ഉണ്ടാവണം. ആദ്യമായിട്ട് ഇവർക്കാണ് നമുക്ക് കൊടുക്കേണ്ടത്. മത്സ്യത്തൊഴിലാളി എന്ന് പറഞ്ഞാൽ അവരുടെ അന്നം കിട്ടുന്ന ഒരു പ്രസിദ്ധ പ്രദേശമാണ്. അപ്പോൾ അതിൽ നിന്ന് അവർക്ക് മാറ്റം ഉണ്ടാവണം. തീർച്ചയായിട്ടും അവർക്ക് പ്രയോജനം കിട്ടിയിട്ടേ മറ്റൊരു ഭാഗത്ത് പോകാൻ പാടുള്ളൂ എന്നാണ് എൻ്റെ അഭിപ്രായം. ഈ കിട്ടിയ നല്ലൊരു അവസരം സർക്കാർ നശിപ്പിക്കാതിരുന്നാൽ മുന്നോട്ട്? തീർച്ചയായിട്ടും സർക്കാരും അല്ല നമ്മുടെ പൊതുജനവും. അത് പിന്നെ ഒരുപാട് സമരങ്ങളും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. പക്ഷേ അതിനെ മുൻകൂട്ടി അവർ കാണാത്ത രീതിയിലാണ് അത് പൊയ്ക്കൊണ്ടിരുന്നത്. പക്ഷേ ഇന്ന് വന്നത് തീർച്ചയായിട്ടും അതൊരു നല്ലൊരു സൗഭാഗ്യമായിട്ടാണ് കാണാൻ കഴിയുന്നത്. പിന്നെ അതുപോലെ തന്നെ സർക്കാർ ഇതിനെ പ്രയോജനമായിട്ട് കാണുന്നുണ്ട്. അവിടെ ഒരു രാഷ്ട്രീയ ഇതും കാണരുത്. രാഷ്ട്രീയമായിട്ട് ഇതൊന്നും കാണാൻ പറ്റില്ല. സമൂഹമാണ് വേണ്ടത്. സമൂഹത്തിൽ രക്ഷപ്പെടാനുള്ള കാര്യങ്ങൾ നേടുക. ഈ കപ്പൽ വന്നുകൊണ്ട് ഇപ്പോൾ ഈ ജനങ്ങൾക്കെല്ലാം വലിയൊരു മാറ്റമല്ലേ, വികസനവും ജോലി സാധ്യതയില്ലേ? അതെ 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 നല്ലൊരു ഒരുപാട് പേർക്ക് ജോലിയൊക്കെ കിട്ടും. നല്ല സംവിധാനമാണ്. സർക്കാരിന് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോയ നല്ല ജോലി സാധ്യതയുണ്ട് ഈ വിഴിഞ്ഞത്ത് താർത്ത്. വിഴിഞ്ഞത്തുകാർക്ക് കൊണ്ട്, അല്ലാത്ത നമ്മുടെ കേരളത്തിലെ തിരുവനന്തപുരത്തുള്ള എല്ലാവർക്കും ഏകദേശം എല്ലാവർക്കും പണി കൊടുക്കുന്നവർ പറയുന്നുണ്ട്. ഈ ജനങ്ങൾക്ക് വലിയ വികസനമല്ലേ ഇത്? അതെ അതെ, നല്ല വികസനമാണ്. കേരളത്തിന് മോശമായി തന്നെ മാറിയില്ലേ? ഇനി മാറുന്നുണ്ട് മോശമായി മാറുന്നുണ്ട്. നമുക്കിപ്പോൾ കേരളത്തിൽ ഇത്രയും വലിയൊരു ഇത് ഇവിടെ ഇല്ലല്ലോ. ഇവിടെ വിട്ട് എറണാകുളത്തുണ്ട്. അത് വലിയ ഇതില്ല. അതിനെക്കാട്ടി വലുതായിട്ടാണല്ലോ ഇത് വരുന്നത്. നമുക്ക് നല്ലതാണ് കേരളത്തിലേക്ക്. സർക്കാർ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോയാൽ പോലെ? അതെ അതെ, അതാണ് നല്ലത്. ചേട്ടാ, ഇപ്പോൾ കപ്പൽ വന്നിരിക്കുകയാണ്, കേരളത്തിലെ വലിയ മുതർച്ചയായി മാറിയില്ലേ? ഒത്തിരി വ്യത്യാസമായി. അതിന് ഒരുപാട് ജോലി സാധ്യതയും തീർച്ചയായിട്ടും കിട്ടും. സർക്കാർ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോയ നല്ല വികസനം തന്നെയാണിത്. തീർച്ചയായിട്ടും. ഈ വിഴിഞ്ഞത്താർക്ക് ജോലി സാധ്യത കിട്ടാൻ പറ്റുമോ, അതോ പുറത്തുനിന്ന് ആൾക്കാർക്കായിരിക്കുമോ? ഇവിടെ ഉള്ളവർക്കും കുറേ കിട്ടുമെന്നാണ് പറയുന്നത്. നമുക്കറിയത്തില്ല, നമ്മൾ പള്ളിച്ചേക്ക് ഉള്ളതാണ്. എന്നാലും നമ്മൾ കേരളത്തിന് മോശമായി മാറിയിരിക്കില്ലേ? ഒത്തിരി മാറിയേക്കും. ഒരു വികസനം തന്നെ നടക്കും. അമ്മ ഇപ്പോൾ ഇത് കപ്പൽ കാണാൻ വേണ്ടി വന്നതല്ലേ? അതെ. എന്ത് തോന്നുന്നു? ആ കേരളത്തിന് മോശമായി മാറിയില്ലേ? അതെ, ഒരു വികസനം തന്നെ വരികയല്ലേ ഇത്? നല്ല കാര്യം തന്നെ. അപ്പോൾ ഒരു വലിയ വികസനമല്ലേ ഇത്? പിന്നെ വലിയ വികസനമാണ്. സർക്കാർ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോയി വലിയ ജോലി സാധ്യത എല്ലാവരുടെയും പ്രയത്നമാണ്. അല്ലാതെ ഒരു പാർട്ടിക്കാരുടെ അല്ല, പല പാർട്ടിക്കാരുടെയും പ്രയത്നം കൊണ്ട് തന്നെ ഇത് വന്നത്. അങ്ങനെ ഒരുപാട് ജോലി സാധ്യത ഉള്ളതാണ് ഇനി. ജോലി സാധ്യതയുണ്ട്. 10,000-12,000 പേരെ തന്നെ ഇപ്പോഴെടുക്കുമെന്നൊക്കെ ഒരു അറിവുണ്ട്. കേരളത്തിലെ മോശമായി തന്നെ മാറിയില്ലേ? പിന്നെ സംശയം തോന്നുന്നു.